ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജലി പറഞ്ഞിട്ട് അശ്വിൻ്റെ കൂടെ ശ്രുതിയും ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ ഓഫീസിൽ ചെന്നിട്ട് ആ സ്റ്റാഫുകളോടൊക്കെ പറയുന്നുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അശ്വിൻ സാർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എല്ലാവരോടും അശ്വിൻ സാറിന് പകരമായിട്ട് സംസാരിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഡീൽ ഉറപ്പിക്കാൻ വരുന്ന രണ്ടാളെ അപ്പോൾ അവർ വന്ന് ഇറങ്ങുന്നതൊക്കെ ശ്രുതി ഓഫീസിൽ നിന്ന് നോക്കി കാണുന്നുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ഒരു ഫ്രോഡ് ലുക്കായിട്ട് ഫീൽ ചെയ്യണേ. അവരെ കണ്ടിട്ട് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ടല്ലോ, ഇവരെന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്. അങ്ങനെ ശ്രുതി അവരുടെ മുൻപിൽ നിന്ന് ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്ത് അവരുടെ ഡീലൊക്കെ പൊളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അശ്വിൻ അതിശയത്തോടെ നോക്കുന്നുണ്ട് ശ്രുതിയെ. അതിനുശേഷമാണെങ്കിൽ പിന്നീട് നമ്മുടെ രാമേട്ടൻ അശ്വിന് കൊടുക്കാനുള്ള ഒരു പേപ്പർ മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. എന്താണെന്ന കാര്യം അറിയാഞ്ഞിട്ട് ശ്യാം ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജലി വന്ന് ചോദിക്കും, എന്താ ശ്യാമേട്ട, എന്താ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നത്? അതെ, നിന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ പേരിലേക്ക് മാറ്റിയ ഒരു പേപ്പറാണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ അഞ്ജലി ഞെട്ടിപ്പോവാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രീതി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആ ക്ലബിന്റെ വാർഷികം ഇവിടെ അടുക്കാനായപ്പോൾ ആൻറ്റി ഇങ്ങനെ കാല് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ പ്രീതിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശി ആ വേഷം എടുത്ത് അണിയുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.